ബ്രസീലിലെ ഖനിയിൽ അകപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയും. തായ്ലൻഡിലെ ഗുഹയിൽ അകപ്പെട്ടവരുമായി ആശയവിനിമയം നടത്താൻ കഴിയും. ഉത്തരാഖണ്ഡിലെ ടണലിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ കഴിയും. എന്തിനധികം പാലക്കാട് മലമ്പുഴ കുറുമ്പാച്ചി മലയിൽ അടിച്ചു കിറങ്ങി മലയിൽ കുടുങ്ങിയ ബാബുവിനെ വരെ രക്ഷിച്ചു. എന്നിട്ട് ഒരു സംസ്ഥാന തലസ്ഥാനത്ത് എല്ലാ അത്യാധുനിക സംവിധാനവുമുള്ള ഒരു സിറ്റിയിൽ ഓടയിൽ വീണ തൊഴിലാളിയെ രക്ഷിക്കാൻ ആയില്ല. കേരളത്തിലെ ഒരു അഴുക്കുചാലിൽ അകപ്പെട്ടാൽ പിന്നെ മോചനമില്ല. സ്വന്തം കാൽച്ചുവട്ടിലെ ഓടകളിൽ പതിയിരിക്കുന്ന മരണത്തെ മറന്ന് എനിക്ക് പാലസ്തീനിലെ കാര്യം നോക്കാനുള്ളതാണ്. മണിപ്പൂരിലെയും ആമസോണിലെയും ലക്ഷദ്വീപിലെയും കണക്കെടുക്കാനുള്ളതാണ്. കാരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രബുദ്ധനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഈ ദുരവസ്ഥ ഒന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് തൊഴിലാളി മരിച്ച സംഭവത്തിൽ ഇപ്പോഴാ കേരള ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. ജോയിയുടെ മരണത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ കോടതി തോട്ടിലെ മാലിന്യ നീക്കത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് സർക്കാരിനോട് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ മാലിന്യ നീക്കത്തിൽ റെയിൽവേയും കോർപ്പറേഷനും പരസ്പരം പഴിചാരുന്നത് കേൾക്കാനല്ല തങ്ങൾ ഇരിക്കുന്നതെന്നാണ് ഹൈക്കോടതി ഇവിടെ എടുത്തു പറഞ്ഞത്. മാലിന്യം നീക്കം എങ്ങനെയെന്ന് കോർപ്പറേഷനും റെയിൽവേയും കോടതിയെ ഉടനടി അറിയിക്കണം. ദുരന്തത്തിൽ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച് കോടതി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തന്നെ കർശന നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മാത്രമല്ല ജോയിയുടെ മരണം നിർഭാഗ്യകരമെന്ന് തന്നെ കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. റെയിൽവേ ഭൂമിയിലേക്ക് മാലിന്യം എത്തുന്നില്ലെന്ന് റെയിൽവേയും മാലിന്യം തോട്ടിലേക്ക് വിടുന്നില്ലെന്ന് കോർപ്പറേഷനും ഉറപ്പാക്കണമെന്ന് തന്നെ ഹൈക്കോടതി പറയുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കനാലിലൂടെ ഒഴുക്കിവിടാൻ പാടില്ലായിരുന്നുവെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തോട്ടിലൂടെ ഒഴുകുന്നില്ലെന്ന് കോർപ്പറേഷനും സർക്കാരും ഉറപ്പിക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. റെയിൽവേ ടണലിലൂടെ മാലിന്യം ഒഴുകുന്നത് കോർപ്പറേഷൻ തടയണമെന്ന് തന്നെ ഹൈക്കോടതി ഇപ്പോൾ പറയുന്നു. ടണലിലെ വെള്ളം കറുത്ത് കലങ്ങിയ നിലയിലായിരുന്നു. അതിനർത്ഥം കോർപ്പറേഷൻ സമയബന്ധിതമായി മാലിന്യം നീക്കം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. മാലിന്യ സംസ്കരണം എങ്ങനെയെന്നതിൽ കോടതി റെയിൽവേയോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്. അതേസമയം അമിക്കസ് ക്യൂറിക്ക് തിരുവനന്തപുരം വരെയുള്ള യാത്രാ സൗകര്യം റെയിൽവേ ഒരുക്കണമെന്ന് തന്നെ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെത്തുന്ന അമിക്കസ് ക്യൂറിക്ക് സർക്കാരും കോർപ്പറേഷനും അനുബന്ധ സൗകര്യവും ഒരുക്കണം. ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്താനും അമിക്കസ് ക്യൂറിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് തന്നെ കോടതി വ്യക്തമാക്കുകയാണ്. 5 ലക്ഷം രൂപ പ്രതിഫലമായി അമിക്കസ് ക്യൂറിക്ക് നൽകണമെന്നും സർക്കാർ, കോർപ്പറേഷൻ, റെയിൽവേയിൽ എന്നിവരാണ് അമിക്കസ് ക്യൂറിക്ക് പ്രതിഫലം നൽകേണ്ടതെന്നുമാണ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല മാലിന്യ പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ഉടനടി കാണണമെന്ന് തന്നെ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തോടും സംഭവസ്ഥലവും സന്ദർശിച്ചതിന് പിന്നാലെ വിശദമായി റിപ്പോർട്ട് നൽകാനാണ് അമിക്കസ് ക്യൂറിയോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അടിയന്തരമായി തന്നെ തടയണം. റെയിൽവേയുടെ സ്ഥലത്തെ മാലിന്യം നീക്കം ചെയ്യേണ്ട ചുമതല അവർക്കാണെന്നും അത് ഉടനടി പൂർത്തിയാക്കണമെന്ന് തന്നെ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അധികാര തർക്കത്തിന്റെ പേരിൽ ഇത്തരം മോശമായ കാര്യം നടക്കാൻ പാടില്ല. നിലവിലെ പ്രശ്നം പരിഹരിച്ചാൽ മാത്രം പോരാ, ഭാവിയിൽ വീണ്ടും മാലിന്യം തള്ളുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് തന്നെ കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.